കൃപാസനം പത്രം ജൂലൈ 2026 പാർട്ട് 2. ശ്രീ ആർ വിജയകുമാറിൻ്റെയും സിസ്റ്റർ ജോമോളുടെയും സന്ദേശം. ശ്രീ ആർ വിജയകുമാറിൻ്റെ സന്ദേശം: വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ തിരുമനസ് നടപ്പിലാക്കാനായി നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. യോഹന്നാൻ 6:44. അതുപോലെ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. വചനം മൂലം നീ ശുദ്ധീകരിക്കപ്പെടും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാൻ 15:3. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ളതിൽ സന്തോഷിക്കണം. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസമില്ലാതാകും. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ഹെബ്രായർ 11:6. എന്തുകൊണ്ടാണ് ദൈവം നമ്മിൽ പ്രസാദിക്കേണ്ടത്? ഉടമ്പടി ജീവിതം കൊണ്ട് ദൈവത്തിന് എന്ത് ലാഭമാണ്? വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും. നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തോട്ടത്തിലേക്ക് പോകുമ്പോൾ കുടയും എടുത്തുകൊണ്ട് പോകണം. അതാണ് വിശ്വാസത്തിൻ്റെ ലെവൽ. അടയാളങ്ങൾ കണ്ടതിന് ശേഷവും ലൂക്ക 17:5 അവർ പറയുന്നത് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ്. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. റോമ 10:17. ഞാൻ ഉടമ്പടിയിലാണ് എന്നൊരു ധാരണ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. ഭർത്താവുമായോ ഭാര്യയുമായോ വഴക്കിടാനോ തർക്കിച്ച് ജയിക്കാനോ പോകരുത്. തെറ്റിതിരുത്താൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. അതൊക്കെ പ്രാർത്ഥനാ വിഷയമാക്കിയാൽ മതി. വഴക്കുണ്ടാകുമ്പോൾ തിരിച്ചു മറുപടി പറയാതെ മുട്ടിൽ നിന്ന് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മണൽപ്പുറത്ത് കെട്ടുന്ന വീടാണ്. മത്തായി 15:28 മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് ഈശോ പറഞ്ഞിട്ടും അവൾ ദൈവത്തെ ആശ്രയിച്ചു നിന്നു. നമ്മുടെ കഴിവിലല്ല ആശ്രയിക്കേണ്ടത്. രക്ഷയുള്ളത് ഈശോയുടെ അടുത്ത് മാത്രമാണ്. സിസ്റ്റർ ജോമോളുടെ സന്ദേശം: ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും ഓരോ സീലോഹ കുളമാണ്. കൃപാസനം അൾത്താരയിൽ ഞാൻ ആദ്യം പറയുന്ന സാക്ഷ്യം എന്നത് ഇവിടെ മരിയൻ തപസ് ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചത് വഴി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടിയെന്നാണ്. കുഞ്ഞുനാളിൽ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക ഭക്തി മൂലം ജപമാല ദിവ്യരഹസ്യങ്ങളും ലുത്തിനിയെയും മനഃപ്പാഠമാക്കിയിരുന്നു. എൻ്റെ അമ്മ സന്യാസ പരിശീലനം ലഭിച്ച വ്യക്തിയായതുകൊണ്ട് ദിവസേന ജപമാലയും സകല വിശുദ്ധരോടുള്ള ലുത്തിനിയെയും അടക്കമുള്ള ആത്മീയ അടിത്തറയുള്ള ഭവനമാണ് എൻ്റേതെങ്കിലും എൻ്റെ ടീനേജിൽ ഒരു സമയത്ത് എനിക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും ആ സമയങ്ങളിലെല്ലാം ഈശോയോട് ആഴമായ ബന്ധമുണ്ടായിരുന്നു. ഞാൻ ആഴ്ചവട്ടങ്ങളിൽ കുമ്പസാരിച്ചിരുന്നു. വേദനിക്കുന്ന ആരെ കണ്ടാലും അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന, സ്ഥിരമായി യാത്ര ചെയ്യുന്ന ബസ്സിലെ കണ്ടക്ടറിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടിയത് ഇന്നും ഞാൻ ഓർത്തിരിക്കുന്ന ദൈവാനുഭവമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അതെ, കൃപാസനം എൻ്റെ പരിശുദ്ധ അമ്മയെ എനിക്ക് തിരികെ തന്ന ഒരു സ്ഥലമാണ്. യോഹന്നാൻ 9:7 നാം വായിക്കുന്നത് പോലെ, നീ പോയി അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള സീലോഹ എന്ന കുളത്തിൽ പോയി കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. കൃപാസനം എനിക്ക് പരിശുദ്ധ അമ്മയെ ജപമാല പ്രാർത്ഥന തിരികെ തന്ന സ്ഥലമാണ്. കൂടാതെ പരിശുദ്ധ അമ്മയുടെ ഭവനത്തിലേക്ക് എന്നെ കൂട്ടിച്ചേർത്ത ഇടം. എൻ്റെയും നിങ്ങളുടെയും അമ്മ ഭവനത്തിലേക്കുള്ള വിളി, ഉടമ്പടിയിലേക്കുള്ള ദൈവവിളി വെളിപാട് 3:21 അനുസരിച്ച് വിജയം വരിച്ച് പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിലിരിക്കാനുള്ള ഒരു സ്വർഗീയ വിളിയാണ്. അതിന് വെളിപാട് 3:18 അനുസരിച്ച് നമുക്ക് ജീവിതം പുനഃക്രമീകരിക്കാം.